സുവിശേഷത്തിൻ ദീപ്തവെളിച്ചം മഹോന്നതമാം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ അഭയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഇന്ന് നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും ദൈവത്തിൽ അഭയം പ്രാപിക്കുവാൻ, ദൈവത്തിൽ ചെന്നു ചേരുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. സൃഷ്ടി തൻ്റെ സൃഷ്ടാവിലേക്ക് മടങ്ങും, നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അടുക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ, അടുക്കുവാൻ പരിശ്രമിക്കുമ്പോഴെല്ലാം നമ്മൾക്ക് കാണുവാൻ സാധിക്കും എന്തോ നമ്മളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെ. അത് നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്ന പാപ സ്വഭാവങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എൻ്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. നമ്മളിൽ ദൈവം നടാത്ത എന്തൊക്കെയോ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ മൂലപാപങ്ങൾ അല്ലെങ്കിൽ ബേസിക് സിൻസ് എന്ന് പറയുന്നത്. നമ്മളിന്ന് വിശുദ്ധ ബൈബിളിൻ്റെയും സഭയുടെ പഠനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൽ അഭിമുഖീകരിക്കേണ്ടത് തിന്മയുടെ അല്ലെങ്കിൽ പിശാചിൻ്റെ ശക്തികളെയാണ്. ഇന്ന് പലരെയും തകർക്കുന്ന ഈ പാപത്തിൻ്റെ അല്ലെങ്കിൽ മൂലപാപത്തിൻ്റെ അടിവേരുകൾ നമുക്ക് പറിച്ചു കളയേണ്ട സമയമെടുത്തിരിക്കുകയാണ്. ശരിക്കും പാപം വ്യക്തിപരമാണ്. ഓരോ പാപങ്ങളും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭം കുറിക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് വേരൂന്നിരിക്കുന്നത്. വേരുറപ്പിച്ച് ഫലം ചൂടി നിൽക്കുന്ന വൃക്ഷം പോലെയാണ് ശരിക്കും പാപത്തിൻ്റെ അവസ്ഥ. പാപത്തിന് 3 തലങ്ങളുണ്ട്: പാപവേര്, പാപവൃക്ഷം, പാപഫലം. ഈ 3 അവസ്ഥകളും വേരോടെ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ പലരൊക്കെ ധ്യാനം കൂടി കഴിയുമ്പോൾ പാപത്തിൽ നിന്ന് പരിപൂർണമായി വിടുതലെടുത്ത് വിട്ടുകളഞ്ഞുകൊണ്ട് ധ്യാന മന്ദിരത്തിൽ നിന്ന് തീരുമാനമെടുത്ത് പുറത്തേക്ക് വരാറുണ്ട്. പക്ഷേ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ആ പാപത്തിൽ വീണു പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരു മരം വലുതായി കഴിഞ്ഞാൽ അത് വെട്ടിക്കളയും, പക്ഷെ അതിൻ്റെ കുറ്റിയും അതിൻ്റെ വേരൊക്കെ അവിടെ നിൽക്കും.
ഈ മരത്തിൻ്റെ കുറ്റിയിലേക്ക് ചെറിയ നനവ് ലഭിച്ചു കഴിയുമ്പോൾ വീണ്ടും ആ കുറ്റി ഇങ്ങനെ കിളെടുത്ത് വരും. ശരിക്കും അതിന് കാരണം ആ വേര് പറിച്ച് കളയാത്തത് കൊണ്ട് അതിന് കാരണം. ഇത് തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതവും. നമ്മൾ പാപം കുമ്പസാരത്തിലേറ്റു പറഞ്ഞു, ധ്യാനത്തിലൂടെ കൺവെൻഷനിലൂടെ പാപത്തിൻ്റെ മരം വെട്ടിക്കളഞ്ഞു. പക്ഷെ അടിവേര് കിടക്കുന്ന കാരണം കൊണ്ട് പാപ സാഹചര്യങ്ങളിലൂടെ പാപചിന്തകൾ കടന്നു വരുമ്പോൾ വീണ്ടും നമ്മളിലേക്ക് ഈ പാപം കിളെടുത്ത് വരിക. അപ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്ന 7 മൂലപാപങ്ങളുടെ പരിപൂർണമായ വിടുതൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീയതയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് 1 യോഹന്നാൻ 2:16 മൂലപാപത്തിൻ്റെ 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ യോഹന്നാനിലേക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മൂലപാപങ്ങളുടെ 3 അവസ്ഥകൾ. ആൻഡ് ബ്രദറെ പറഞ്ഞപ്പോൾ ഈ വചനം 1 യോഹന്നാൻ 2:16 ജഡത്തിൻ്റെ ദുരാശ. ജഡത്തിൻ്റെ ദുരാശ എന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളുണ്ട്. 3 മൂലപാപങ്ങൾ ഈ ജഡത്തിൻ്റെ ദുരാശയിൽപ്പെട്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഒന്നാണ് ഭോജനപ്രിയം, അല്ലെങ്കിൽ നമുക്കുള്ള ആഹാരത്തോടുള്ള കൊതി, ഭോജനാസക്തി, നമ്മൾ കൊതി എന്ന് പറയും. ഇത് നമ്മളിൽ പലരിലും നമുക്ക് കാണാൻ സാധിക്കും. കൊതി എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കാണുമ്പോൾ അതിനോടുള്ള ഒരാഗ്രഹം. അപ്പോൾ ഇത് നമ്മളെ ഈ ഭോജനാസക്തി അല്ലെങ്കിൽ കൊതി നമ്മളെ ജഡികാസക്തിയിലേക്കും സുഖലോലുപതയിലേക്കും നമ്മളെ തള്ളിവിടുന്നു. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭോജനാസക്തിയിലുള്ള വ്യക്തികളിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ക്രമാതീതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. എത്ര കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കയറി നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കും. 2, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന നിർബന്ധം. ഞാൻ ഇന്ന കറികളൊന്നും കൂട്ടില്ല, ഇന്നത് കൂട്ടില്ല, ഞാൻ ഇന്നത് മാത്രമേ കഴിക്കുകയുള്ളൂ, അത് വലിയ അളവിൽ കഴിക്കുക. 3, നമ്മളിൽ ഭോജനാസക്തി ഉണ്ടെങ്കിൽ നമ്മളിൽ കാണാവുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് നല്ല ഭക്ഷണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അസംതൃപ്തി പ്രകടിപ്പിക്കും. 2, ഈ ജഡത്തിൻ്റെ ദുരാശയിൽപ്പെട്ട ഒന്നാണ് ജഡികാസക്തി അല്ലെങ്കിൽ നമ്മളതിനെ മോഹം എന്നൊക്കെ പറയും. മോഹം. പ്രഭാഷകന്റെ പുസ്തകം 6 അതിൻ്റെ 2 നമ്മൾ വായിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് പറയാണ്, അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്, അത് കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും, നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. ജഡികമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മളതിനെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ പരിശീലിക്കണം. അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. പക്ഷെ ദൈവത്തിന് അതിന് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു കൃപ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ സ്നേഹത്തോടുകൂടി നമ്മൾ ജീവൻ ഈ ഭൂമിയിൽ വർദ്ധിപ്പിക്കാനായിട്ടാണ് ദൈവം ആ കൃപ നമുക്ക് തന്നിരിക്കുന്നത്. നോഹയോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 9 1 പ്രളയത്തിന് ശേഷം നോഹയും മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അപ്പോൾ അതാണ് ഈ ലൈംഗികത എന്ന ദാനം നമുക്ക് തന്നിരിക്കുന്നതിൽ ദൈവത്തിനുള്ള ലക്ഷ്യം. അത് കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് വെളിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് തിന്മയാണ്, പാപമാണ്, ദൈവത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വ്യഭിചാരം എന്ന പാപത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുവിൻ. നമുക്കൊരു പക്ഷേ അശ്ലീല കാര്യങ്ങൾ ഇരുന്ന് കേൾക്കാനുള്ള ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ ഈ തിന്മ നമ്മളിലുണ്ട് എന്നാണ് അതിനർത്ഥം. പറയുക, വായിക്കുക, കാണുക, അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണ രീതിയിൽ നമ്മൾ ഒരു മറ്റുള്ളവർക്ക് പ്രലോഭനമുണ്ടാകുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ ജഡികാസക്തിയുള്ള വ്യക്തിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, ഒരു ലക്ഷണമാണ് നമ്മൾ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുക. എന്ത് പറയുമ്പോഴും നമ്മളൊരു ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ മേഖലയിൽ വിടുതൽ കിട്ടാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. 3, ഈ ജഡത്തിൻ്റെ ദുരാശയിൽപ്പെട്ട ഒരു കാര്യമാണ് അലസത അല്ലെങ്കിൽ മടി എന്ന് നമ്മൾ പറയും. പ്രഭാഷകൻ്റെ പുസ്തകം 6 അതിൻ്റെ 10 നമ്മൾ വായിക്കുകയാണ്, കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം,
കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുമ്പിലെത്തും. അപ്പോൾ അലസത ഉള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തകർച്ച വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അത് ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും. പ്രഭാഷണ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, അലസത തിന്മകൾ വളർത്തുന്നു. അപ്പോൾ ദാവീദ് രാജാവിന് പറ്റിയ വലിയൊരു അബദ്ധം ഇതായിരുന്നു. തൻ്റെ പടയാളികളും സൈന്യാധിപന്മാരും എല്ലാവരും യുദ്ധം ചെയ്തപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിൽ ഉലാത്തുകയായിരുന്നു. അതൊരു അലസതയാണ്. യുദ്ധത്തിന് പോയില്ല. അത് അദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് വീഴിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. മൂലപാപങ്ങളിൽ ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് വരുന്ന 3 മൂലപാപങ്ങൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം, അസൂയ, കോപം. അപ്പോൾ ഈ ആത്മീയ വളർച്ചയ്ക്ക് ശരിക്കും ഇവ നമുക്കൊരു തടസ്സമായി നിൽക്കാം. അഹങ്കാരം എടുത്ത് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ സ്വയം പ്രതിഷ്ഠിക്കപ്പെടുന്ന അവസ്ഥയാണ് ശരിക്കും അഹങ്കാരം. ഞാനെന്ന ഭാവം, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാ കഴിവുണ്ട്, എനിക്കെല്ലാ സൗന്ദര്യമുണ്ട്. ഇത് നമ്മുടെ ആധ്യാത്മിക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ് ശരിക്കും അഹങ്കാരം എന്ന് പറഞ്ഞാൽ. അതുപോലെ അഹങ്കാരത്തിൽ കാണുന്ന പ്രത്യേകതകൾ, സ്വഭാവ പ്രത്യേകതകൾ കപടഭക്തി, അതുമായ വ്യർത്ഥാഭിമാനം, അതുപോലെയാണ് പിടിവാശി, തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല, കുറ്റം പറയാൻ, അതായത് മറ്റുള്ള വെച്ച് കുറ്റം പറയുന്നൊരു സ്വഭാവം, ധിക്കാരം. ഇതൊക്കെ അവരിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. അങ്ങനത്തെ പ്രത്യേകത എന്നിലുണ്ടെങ്കിൽ ഞാനൊരു ശരിക്കും പറഞ്ഞൊരു അഹങ്കാരി തന്നെയായിരിക്കും. വേറെ മൂലഭാവമാണ് അസൂയ. മറ്റുള്ളവരെ നന്മയെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് ആധ്യാത്മിക പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷാവേദിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു ആത്മീയ രോഗമാണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ. കൂടെ നടന്ന സുഹൃത്ത് ഉയർന്നു പോകുമ്പോൾ അവൻ്റെ വളർച്ചയിൽ, ഉയർച്ചയിൽ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു അസൂയയായിട്ട് മാറും. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് അന്യം തടസ്സമാണെന്നുള്ള ചിന്തയും മറ്റുള്ളവരാൽ നാം പിന്തള്ളപ്പെട്ടേക്കാമെന്നുള്ള ഭയവും നമ്മൾ അസൂയ ജനിപ്പിക്കുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ മൂലഭാവത്തിൻ്റെ വിടുതൽ നമുക്ക് അത്യാവശ്യമാണ്. വേറെ ഭാവമാണ് കോപം. കോപത്തെക്കുറിച്ച് വിശുദ്ധ ബേസിൽ പറയുന്ന ഒരു മനോഹരമായൊരു പഠനമുണ്ട് വിശുദ്ധ ബേസിലിൻ്റെ. ഇങ്ങനെയാണ് വിശുദ്ധ ബേസിൽ പറയുന്നത്, കോപം മനുഷ്യബോധത്തെ കലക്കുകയും ആത്മനിയന്ത്രണം നശിപ്പിക്കുകയും മനുഷ്യനെ മൃഗതുല്യമാക്കുകയും ചെയ്യുന്നു. ശരിക്കും കോപം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനെതിരായിട്ടുള്ളൊരു പാപമാണ്. കോപിക്കുന്ന വ്യക്തികളെ എടുത്ത് നോക്കിക്കോ, അവന് സ്നേഹക്കുറവുണ്ട്. ആ മൂലഭാവം ഇന്ന് പലരെയും നാശത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. നമുക്കിന്നറിയാം, പലരും പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് നല്ല ഭക്തിയാണ് പള്ളിയിലൊക്കെ. പക്ഷെ വീട്ടിലെത്തി കഴിയുമ്പോൾ ആരെങ്കിലും ഭാര്യയുടെ മക്കൾ എന്തെങ്കിലും ചെറിയൊരു സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടാത്ത കടന്നു വരുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക, തകർത്ത് കളയുക. അത് അവനുള്ള കോപം അവനറിയാതെ പൊങ്ങി വരും അവൻ്റെ ഹൃദയത്തിലുള്ള ആ മൂലപാപത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ മൂലപാപത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീയതയിൽ ഉയർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. കണ്ണുകളുടെ ദുരാശ അല്ലെങ്കിൽ ദ്രവ്യാസക്തി എന്ന് നമ്മൾ പറയും, ദ്രവ്യാസക്തി. അപ്പം ഈ ദ്രവ്യാസക്തി ലൗകിക സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹമാണ് ദ്രവ്യാസക്തി. ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ കോടീശ്വരനുണ്ട്. കോടീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടികൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. 8 മക്കളുണ്ട്. 8 മക്കളും അമേരിക്കയിലാണ്. ഭാര്യ മരിച്ചു പോയി. പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി പൈസ അവർ അയച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ല എവിടെയൊക്കെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. ഒരു അതിശയോക്തിയായിട്ട് പറയല്ല, അത്രമാത്രം അദ്ദേഹത്തിന് ഭൗതികമായ ലൗകിക സമ്പത്ത് ഉണ്ട്. എന്നാൽ ഈ വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും സമ്പത്തുണ്ടായിട്ടും എല്ലാ ദിവസവും ഇദ്ദേഹം ലോട്ടറി എടുക്കും. ഇത്ര സമ്പത്ത് ഏറിയിട്ടും അതിനോടുള്ള ഒരുതരം ആസക്തി, അതൊരു പൈശാചിക ബന്ധനമാണ്, അത് മൂലപാപമാണ്. അപ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടിയില്ലെങ്കിൽ അത് മറ്റ് പല പാപങ്ങളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും.
ഈ ദ്രവ്യാസക്തി ഉള്ള ഒരു വ്യക്തി എപ്പോഴും ലൗകികമായ സമ്പത്ത് നേടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും, അതിനുള്ള വഴികൾ മാത്രം തേടിക്കൊണ്ടിരിക്കും. ലൗകിക സമ്പത്ത് ഈ ഭൂമിയിൽ ഉള്ള വ്യക്തികളെക്കുറിച്ച് ഒത്തിരി പ്രശംസിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും, അവരെക്കുറിച്ച് സംസാരിക്കുക, അവരുടെ വീഡിയോ കാണുക. ഇങ്ങനെയുള്ള കുറവുകൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിനു മുമ്പിൽ ഇരിക്കാനായിട്ട്, അത് ഏറ്റുപറയാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇപ്പം നമ്മൾ കേട്ട ഈ 7 മൂലപാപങ്ങൾ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ നമുക്ക് സാധിക്കും? അതിന് മാർഗങ്ങളൊക്കെ നമുക്ക് ഈ നിമിഷങ്ങളൊന്ന് നമുക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ആത്മീയമായ യുദ്ധം ശരിക്കും. അപ്പോൾ നമ്മളിലുള്ള തിന്മയെ ജയിക്കണമെങ്കിൽ ആത്മാവിൽ അനുതാപവും നിരന്തരം പരിശുദ്ധാത്മാവുമായുള്ളൊരു ബന്ധം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്താപപ്പെടണ പ്രാർത്ഥനയിലൊരു വരി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും. അപ്പോൾ എനിക്ക് എൻ്റെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണമെങ്കിൽ പ്രസാദവര സഹായം അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക സഹായം അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്ന ഈ പാപങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുമ്പസാരത്തിൽ വീണ്ടും ഈ പാപങ്ങൾ പറയുന്നത്? ഒരു പരിധിവരെ ഈ മൂലപാപങ്ങൾ തന്നെയാണ്. അതിന് 4 പ്രബോധനങ്ങളാണ് നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ, പാപത്തിനോട് നമുക്ക് വെറുപ്പില്ല, അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ പാപം ചെയ്തു കൂട്ടുന്നത്. രണ്ടാമത്തെ അവസ്ഥ, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, പക്ഷെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുത്തു, അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മൂലപാപം തന്നെയാണ്. നമുക്കറിയാം, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്, ഈ വീടിൻ്റെ മൂലൊക്കെയുള്ള ചിലന്തി വലകൾ അമ്മച്ചിമാരും സഹോദരിമാരും ചൂലുകൊണ്ട് അടിച്ചു കളയും. ഈ ആഴ്ച അടിച്ചു കളഞ്ഞു, അടുത്ത ആഴ്ച വീണ്ടും ചിലന്തി വല വരും. അത് നമുക്ക് ചിന്തിക്കാം, എന്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കണേ? ആ ചിലന്തിയെ കൊന്നു കളഞ്ഞാൽ പിന്നെ ചിലന്തി വല ഉണ്ടാവില്ല. അപ്പോൾ ചിലന്തിയെ കൊന്നു കളഞ്ഞാൽ പിന്നെ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇത് തന്നെ നമ്മുടെ അവസ്ഥ. പാപ സാഹചര്യങ്ങളെ വേരോടെ എടുത്ത് കളയാൻ നമ്മൾ തീരുമാനിക്കുക, അത് പ്രാവർത്തികമാക്കുക. അതാണ് വേറൊരവസ്ഥ. പിന്നെ ദൈവത്തിനോട് അടുപ്പമില്ലാതെ കുറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് പോകും. നമുക്കറിയാം, ദൈവസ്നേഹം ലംഘന പാപം. ദൈവസ്നേഹം എവിടെ ലംഘിക്കപ്പെടുന്നുവോ അത് പാപമായിട്ട് രൂപാന്തരം പ്രാപിക്കുക. കാറ്റ് വന്നു, ഒത്തിരി മരങ്ങളുള്ള സ്ഥലമാണ്. ചില മരങ്ങൾ മാത്രം കാറ്റുമൂലം മറഞ്ഞു വീണു. ശരിക്കും ഈ മരങ്ങൾ മറഞ്ഞു വീഴാനുള്ള കാരണം കാറ്റാണോ? കാറ്റല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മരത്തിൻ്റെ വേരുകൾക്ക് ആഴക്കുറവുള്ള കാരണം കൊണ്ടാണ് ഈ കാറ്റ് വന്നപ്പോൾ മരങ്ങൾ മറഞ്ഞു വീണേ. ഇത് തന്നെയാണ് നമ്മളിലുള്ള പാപത്തിൻ്റെ അവസ്ഥ. നമ്മൾ ദൈവവുമായിട്ട് യേശുവുമായിട്ട് ആഴമായ ബന്ധം കുറയുമ്പോഴാണ് ഈ പാപത്തിലേക്ക് വീഴുന്നത്. അപ്പോൾ ബന്ധം നമ്മൾ നിരന്തരം ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ മൂലപാപത്തിൽ നിന്നും പരിപൂർണമായ വിടുതൽ ലഭിക്കുകയുള്ളൂ. 4ാമത്തെ മേഖലയാണ് വിശുദ്ധന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു മേഖല, എതിരായ പുണ്യം അഭ്യസിക്കുക. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന് പുണ്യങ്ങൾ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പുണ്യങ്ങൾ അഭ്യസിക്കുക, പ്രാവർത്തികമാക്കുക മൂലം നമുക്ക് ഈ മൂലപാപത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ ലഭിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് പുണ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചിന്തിച്ച ആ ജഡത്തിൻ്റെ ദുരാശ, അതിൽ പെട്ട 3 കാര്യങ്ങളായിരുന്നു: ഭോജനാസക്തി, ജഡികാസക്തി, അലസത. അപ്പോൾ ഇതിൽ ഭോജനാസക്തി അല്ലെ കൊതി, അതിനെതിരെയുള്ള പുണ്യം, വിശുദ്ധന്മാരെല്ലാം അഭ്യസിച്ചിരുന്ന പുണ്യമായിരുന്നു മിതഭോജനം. അതായത് നമ്മൾക്ക് ഭക്ഷിക്കാനുള്ള ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങൾ അവൈലബിൾ ആണെങ്കിലും കുറച്ച് മാത്രം ഭക്ഷിക്കുക, കൂടെ ഉപവസിക്കുക, കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ഈ മിതഭോജനത്തിൽ നമുക്ക് മിതഭോജനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണം പൂർണ്ണമായോ അല്ലെങ്കിൽ കുറച്ച് കാലത്തോക്കോ അത് നീക്കി വയ്ക്കുക, അത് കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. വിശുദ്ധ ബെർണാഡ് പറയുന്ന ഒരു വലിയ കാര്യം, അദ്ദേഹം പറയുകയാണ്, മാംസത്തിൻ്റെ ദുരാശയിൽ പെടാതിരിക്കാൻ ഞാൻ പൂർണ്ണമായും മാംസം വർജിക്കുന്നു.
അപ്പം അങ്ങനെ തീരുമാനമെടുത്ത വിശുദ്ധരുള്ള സഭയിലാണ് നമ്മൾ. ഇനി ജഡികാസക്തി അല്ലെങ്കിൽ മോഹം, അതിനെതിരെ വിശുദ്ധരെല്ലാവരും അഭ്യസിച്ചിരുന്ന, അല്ലെങ്കിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്ന, അഭ്യസിക്കാൻ നമ്മളെ ആവശ്യപ്പെടുന്ന പുണ്യമാണ് അടക്കം. നമ്മളെല്ലാ കാര്യത്തിലും ഒരടക്കം, അത് വസ്ത്രധാരണത്തിനായാലും സംസാരത്തിലായാലും കൂട്ടുകെട്ടുകളായാലും നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ, മീഡിയകൾ, എല്ലാത്തിലും നമ്മളൊരു അടക്കം നമ്മൾ പാലിക്കുക. ഈ അടക്കം പാലിച്ചു കഴിയുമ്പോൾ ജഡികാസക്തി എന്ന തിന്മ നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അലസത നമ്മൾ വിട്ടുമാറാനായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്ന പുണ്യമാണ് ഉത്സാഹം. എല്ലാ കാര്യത്തിലും അങ്ങ് ഉത്സാഹം കാണിക്കുക. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് പറയുന്ന അലസത എന്ന തിന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ വചനം പ്രഭാഷകൻ 6:10, അല്പം കൂടി ഉറങ്ങാം, കുറച്ചുകൂടി മയങ്ങാം, കൈയും കെട്ടിയിരുന്ന അല്പം കൂടി വിശ്രമിക്കാം, ഫലമോ ദാരിദ്ര്യം കൊള്ളക്കാരനെ പോലെയും ദുർഭിക്ഷം കവർച്ചക്കാരനെ പോലെയും നിൻ്റെ മുമ്പിൽ എത്തും. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് പറയുകയാണ്, രാവിലെ പള്ളിയിൽ പോകാനായിട്ട് 5 മണിയാകുമ്പോൾ അലാറം അടിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കും കുറച്ചും കൂടി ഉറങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ ഈ വചനം ഉള്ളിലേക്ക് വരും, അല്പം കൂടി ഉറങ്ങാം. അപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉത്സാഹം കാണിക്കുക. വിശുദ്ധ പാദ്രിപ്പിയോ പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃതങ്ങൾ ചെയ്യാനായിട്ട് അലസതയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ അലസതയുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധപൂർവം ഇരുന്ന് അത് ചെയ്യുക. അപ്പോൾ ആ തിന്മ വിട്ടുപോകും. ജപമാല ചൊല്ലാനായിട്ട് നിങ്ങൾക്ക് അലസതയുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം ഇരുന്ന് ജപമാല ചൊല്ലുക. അപ്പോൾ ആ തിന്മ വിട്ടുപോകും. കണ്ണുകളുടെ ദുരാശ അല്ലെങ്കിൽ ദ്രവ്യാസക്തി, അതിനെതിരെയുള്ള സഭ പഠിപ്പിക്കുന്ന പുണ്യമാണ് ഔദാര്യം. നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. സുഭാഷിതം 28:27 നമ്മൾ വായിക്കുകയാണ്, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. സുഭാഷിതം 19:17 നമ്മൾ വായിക്കുകയാണ്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, ആ കടം കർത്താവ് വീട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഔദാര്യം എന്ന പുണ്യം അഭ്യസിക്കുക. അപ്പോൾ ആ തിന്മ വിട്ടുപോകും. പിന്നെ നമുക്ക് പുണ്യം അഭ്യസിക്കേണ്ട അടുത്ത 3 മൂലപാപങ്ങൾ നമുക്കറിയാം. അഹങ്കാരികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എളിമയ്ക്ക് വേണ്ടിയാണ്. യേശുവേ, പരിശുദ്ധാത്മാവെ, നിൻ്റെ എളിമ കൊണ്ട് തന്നെ നിറയ്ക്കാൻ വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിച്ച അഹങ്കാരം വിട്ടുപോകുള്ളൂ. അപ്പോൾ അഹങ്കരിക്കുന്നുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം യേശു ക്രിസ്തു തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ പാദങ്ങൾ കഴുകുന്ന യേശുവിൻ്റെ മനോഭാവം എടുത്തു നോക്കി. ഞാൻ ചിന്തിക്കായിരുന്നു, ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം. സഹോദരങ്ങളെ, അഹങ്കരിക്കുന്ന മക്കൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം. അഹങ്കരിക്കുന്ന മകൻ്റെ മുമ്പിൽ, മകളുടെ മുമ്പിൽ ദൈവം മുട്ടുകുത്തി പാദങ്ങൾ കഴുകുക കാണിച്ചു തരാണ് എളിമയുടെ ഏറ്റവും നല്ല ഉദാഹരണം. അപ്പോൾ അഹങ്കരിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. യേശുവേ, നിൻ്റെ എളിമയുടെ പുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യെശയ്യാ 66:2, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. നമുക്ക് ബാഹ്യമായ എളിമെന്ന് പലർക്കുണ്ട്. ഇങ്ങനെ തല കുമ്പിട്ട് നടക്കുക, ഭവ്യതയോടെ നടക്കുക, അത് ബാഹ്യമായ എളിമയാണ്. ആത്മാവിലെ എളിമ ഉണ്ടാണെന്നാണ് പ്രവാചകൻ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു മേഖലയാണ് നമ്മൾ കാണുന്നത് അസൂയ. അസൂയയ്ക്ക് ഉപവിയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. മറ്റുള്ളവരുടെ നന്മയെ സ്വീകരിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ മറ്റുള്ളവരിൽ യേശുവിനെ ദർശിച്ചു. ശത്രുവായാലും രോഗിയായാലും ആരായാലും മറ്റുള്ളവരിൽ യേശുവിനെ ദർശിച്ചപ്പോഴാണ് ഉപവി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ മദർ തെരേസയ്ക്ക് ശക്തിയും പ്രചോദനം ലഭിച്ചത്. അപ്പോൾ അസൂയുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം നിൻ്റെ ഉപവി കൊണ്ട് തന്നെ നിറച്ച് അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കോപത്തിന് നമുക്കറിയാം ക്ഷമയാണ് പുണ്യപ്രവൃത്തി. ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചു, ആദ്യം ഞാൻ ക്ഷമിച്ചാലാ ദൈവം നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. യേശു നമുക്ക് കുരിശിൽ കാണിച്ചു തന്നില്ലേ ആ ക്ഷമയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ആ ക്ഷമയാണ് നമ്മളും കണ്ടുപഠിക്കേണ്ടത്. സുഭാഷിതങ്ങൾ 15:1, സൗമ്യമായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു. അപ്പോൾ
ആ യേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ആ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോൾ നമ്മളിലുള്ള എല്ലാ മൂലപാപങ്ങളും മാറ്റപ്പെട്ട് നല്ലൊരു വ്യക്തിയായി നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കും. ആൻഡ്രൂ ബ്രദർ പറഞ്ഞ പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആണ് യേശുവിൻ്റെ കൂടെ നടക്കുക. യേശുവിൻ്റെ കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ നിരന്തരമായ കൂദാശ സ്വീകരണം, നിരന്തരമായ കുമ്പസാരം, നിരന്തരമായ വിശുദ്ധ കുർബാന സ്വീകരണം. ഇത് ഈ മൂലപാപങ്ങൾ നമ്മളിൽ നിന്ന് വേരോടുകൂടി എടുത്തു മാറ്റുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദൈവവചനം വായിക്കുക. നമ്മളൊരു ദിവസം ഒരു അധ്യായം വായിക്കുമ്പോൾ ആ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഈ വചനങ്ങളുടെ അഭിഷേകത്താൽ എന്നിലുള്ള ഇന്ന മൂലഭാവത്തെ അങ്ങ് വേരോടുകൂടി എടുത്തു മാറ്റണമേ. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15:3 പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട്, ഈ മൂലപാപങ്ങളിൽ നിന്ന് വിടുവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടെന്ന സഹനങ്ങൾ ഈ മൂലപാപങ്ങളുടെ വിടുതലിനായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സഹനങ്ങൾ നമ്മൾ ദൈവകരങ്ങളിൽ സ്വീകരിച്ച് അത് കാഴ്ചയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ മനോഭാവങ്ങൾക്കും ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മാറ്റം സംഭവിച്ചാൽ മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. 1 പത്രോസ് 4:1 വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കി കഴിയുമ്പോൾ യേശുവിനുള്ള സ്വഭാവം നമ്മളിലേക്ക് സ്വീകരിക്കപ്പെടുകയാണത്. അപ്പോൾ കൗദാശിക ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ യേശുവുമായുള്ള ബന്ധത്തിലൂടെയും നമുക്ക് പരിപൂർണമായ ഒരു വിടുതൽ ലഭിക്കാൻ സാധിക്കും. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചില്ലേ, സങ്കീർത്തനം 51:10, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. ആ നിർമ്മലമായ ഹൃദയത്തിന് ഉടമയായി കഴിയുമ്പോൾ ഞാൻ പരിപൂർണമായും മൂലപാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച വ്യക്തിയായിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, വചനവായനയിലൂടെ നമ്മളിലുള്ള മൂലപാപത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയോട് പറയാം, ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ. എല്ലാം എനിക്ക് എൻ്റെ ഈശോ, ഈശോ എനിക്ക് എൻ്റെ എല്ലാമാണ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന